തിരുവനന്തപുരത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ യുവാവിനെതിരെ കേസ്. അനിൽ ബാബുവിനെതിരെയാണ് ആര്യനാട് പോലീസ് കേസെടുത്തത്. വിദേശത്തും കേരള ആരോഗ്യവകുപ്പിലും ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ്. 3 സ്ത്രീകളിൽ നിന്നായി 3 ലക്ഷത്തിലധികം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. ഇയാൾ തട്ടിയെടുത്ത പണം തിരികെ ചോദിച്ചപ്പോൾ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും പരാതിയുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് അനിൽ ബാബു എന്നൊരു പയ്യൻ ഞങ്ങൾക്ക് 3 പേർക്ക് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു. അപ്പോൾ 1 ലക്ഷം വീതം വെച്ച് ഒരാളിൽ നിന്ന് 1.20 വെച്ചാണ് ചോദിച്ചത്. പിന്നെ ഗൾഫിലെന്നാണ് പറഞ്ഞത്. ആ സമയം പൈസ നമ്മൾ ആദ്യം 60,000 രൂപ കൊടുത്തു. 60,000 രൂപ ജോലിക്ക് കയറിന് ശേഷം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ സമ്മതിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയി. ഞങ്ങൾ അവൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ 80ഓളം പേരെ പറ്റിച്ചതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇപ്പോൾ നല്ല പേടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ തന്നെ പേടിയാണ്. ഇവൻ്റെ വധഭീഷണി ഉള്ളത് കാരണം ഞങ്ങൾ അത്ര പേടിച്ചാണ് ഇപ്പം ജീവിക്കുന്നത്. അശ്വിൻ ഡിയോഗോയുണ്ട്. അശ്വിൻ, അപ്പോൾ 80 പേരെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ കോടാനുകോടികളുടെ തട്ടിപ്പ് നടത്തിയൊരു വലിയ പ്രതിയാണല്ലേ ഇയാൾ? അരുവിക്കരയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന അനിൽ ബാബു എന്ന യുവാവിനെതിരെയാണ് ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 3 യുവതികളിൽ നിന്നായി വിദേശത്തും അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പിലും ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷത്തിലധികം രൂപ തട്ടി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. 3 സ്ത്രീകളെയാണ് ഇയാൾ വഞ്ചിച്ചിട്ടുള്ളത്. വിദേശത്തും കേരളത്തിലും ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പ് എന്നുള്ളതാണ്. 3 പേരിൽ നിന്നായി ഓരോ ലക്ഷം രൂപ വീതമാണ് ഇയാൾ വിവിധ ഘട്ടങ്ങളിലായി വാങ്ങിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ജോലി കാര്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യങ്ങളോ സംബന്ധിച്ച ഈ പ്രതിയെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ കിട്ടാതെ വന്നതോടുകൂടിയാണ് ഈ തട്ടിപ്പിന്റെ കാര്യം ഈ വനിതകൾ മനസ്സിലാക്കുന്നതും തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇയാൾ ഈ ഒരു കോംപ്രമൈസ് ടോക്കിന് വിളിക്കുകയും ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ യുവതികളുടെ പണം തിരികെ നൽകാം എന്ന് പറയുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. വെള്ളനാട് അരുവിക്കര സ്വദേശികളായ 3 യുവതികളെയാണ് ഇയാൾ ഇത്തരത്തിൽ പറ്റിച്ചിട്ടുള്ളത്. പക്ഷേ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കോംപ്രമൈസ് ടോക്ക് നടത്തിയെങ്കിൽ പോലും ഇയാൾ ഇതുവരെയും 1 രൂപ പോലും തിരികെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാർ പറയുന്നത്. മാത്രമല്ല ഈ പരാതിക്കാരിൽ ചിലരെ ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചതായും പണം തട്ടിപ്പ് മാത്രമല്ല, അപായപ്പെടുത്താനുള്ള ശ്രമം, കൊലപാതക ഭീഷണിയും നടത്തിയിട്ടുള്ള പ്രതിയാണ്. 80ലധികം പേരെയാണ് ഇയാൾ പറ്റിച്ചത്.